ഇന്നത്തെ ടോപ്പിക് ഫസ്റ്റ് എയ്ഡ് ഫോർ ഡ്രൗണിംഗ് ആണ്. അതിന് മുൻപായിട്ട് ഡ്രൗണിംഗ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ കണ്ടീഷൻ വെൻ ദ വിക്ടിം ഇൻഹേൽസ് ഓർ ഇൻജസ്റ്റ് വാട്ടർ ത്രൂ ഹിസ് ഓർ ഹെയർ റെസ്പിറേറ്ററി ട്രാക്ട് ഓർ എലിമെൻ്ററി ട്രാക്ട്. അതായത് നമ്മുടെ ശ്വസന വ്യവസ്ഥ വഴിയിട്ടോ അല്ലെങ്കിൽ അന്നനാളം വഴിയിട്ടോ വാട്ടർ അകത്തേക്ക് ശ്വസിക്കുകയോ അല്ലെങ്കിൽ അകത്തേക്ക് വിഴുങ്ങുകയോ ചെയ്യുന്ന ഒരു കണ്ടീഷൻ. ഒന്നുമില്ല, നമ്മൾ ഒരു വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ വെള്ളം അകത്തേക്ക് പോയിട്ട് ശ്വാസം മുട്ടുകയാണെങ്കിൽ അതിന് ഡ്രൗണിങ് എന്ന് പറയും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ഡെത്ത് സംഭവിക്കും. ഡെത്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സഫോക്കേഷൻ കാരണമാണ് ഡെത്ത് സംഭവിക്കുന്നത്. മുങ്ങിപ്പോയ ഒരാളെ രക്ഷപ്പെടുത്താൻ പോകുമ്പം ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മളുടെ സേഫ്റ്റിയാണല്ലേ. ചിലപ്പോൾ നമ്മൾക്ക് നീന്തലൊന്നും അറിയത്തില്ല, എന്നാൽ അയാളെ രക്ഷിച്ചേക്കാന്ന് എഴുതിയിട്ട് എടുത്ത് ചാടാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. നമ്മളുടെ സേഫ്റ്റിയാണ്. യുവർ സേഫ്റ്റി ഈസ് ദി ഫസ്റ്റ് തിങ്. ഡോണ്ട് ജസ്റ്റ് ജമ്പ് ഇൻ ദി വാട്ടർ. അതുകൊണ്ട് തന്നെ നീന്തലൊന്നും അറിയത്തില്ലെങ്കിലൊന്നും പെട്ടെന്നൊന്നും വെള്ളത്തിലെടുത്ത് ചാടരുത്. ഇതൊക്കെ ഓപ്ഷനായിട്ട് തരാറുണ്ട് കേട്ടോ എക്സാമിന്. വെള്ളത്തിൽ ചാടാതെ എന്ത് ചെയ്യണം? എന്തെങ്കിലും ലൈഫ് ജാക്കറ്റോ തടി കഷ്ണമോ കയറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം ആൾക്ക് ഇട്ട് കൊടുക്കണം, എറിഞ്ഞു കൊടുക്കണം. അതിനുശേഷം ആരെങ്കിലുമൊക്കെ വിളിച്ച് എങ്ങനെയെങ്കിലും ആ പേഷ്യനെ നമ്മൾ കരയ്ക്കെത്തിക്കുക. നിരപ്പായിട്ടുള്ള സർഫസിൽ പേഷ്യനെ കിടത്തിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ആദ്യം എന്ത് ചെയ്യണം? വെള്ളത്തിൽ വീണത് കൊണ്ട് തന്നെ തുണിയെല്ലാം നനഞ്ഞിരിക്കുമല്ലോ, അപ്പം ആ ഒരു നനഞ്ഞ തുണികളെല്ലാം മാറ്റി കൊടുക്കണം. കാരണം ആ ഒരു ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആ CPRൻ്റെ കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഒരു എമർജൻസി നമ്പറിലേക്ക് വിളിക്കുക, അതോടൊപ്പം തന്നെ CPR കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞല്ലോ, അതൊക്കെ തന്നെ ചെയ്യുക. ഡ്രൗണിങ്ങിൽ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പേഷ്യൻറ്റിനെ അസസ് ചെയ്യണം. ആദ്യം ലുക്ക്, അതായത് നോക്കണം, ചെസ്റ്റൊക്കെ മൂവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. പിന്നെ ഹാർട്ട് സൗണ്ട് ഉണ്ടോ, ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നെ എയർ പാസേജ് ഉണ്ടോ എന്ന് നമുക്ക് മൂക്കിന് താഴെയായിട്ട് കൈ വെച്ചിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഡ്രൗണിങ്ങിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഏറ്റവും പ്രധാനം നമ്മുടെ സേഫ്റ്റിയാണ് ആദ്യം നോക്കേണ്ടത്. ഒരിക്കലും വെള്ളത്തിലേക്ക് ചാടരുതെന്ന് പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഡ്രൗണിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ 2 ടൈപ്സ് ഉണ്ട്. വെറ്റ് ഡ്രൗണിങ്ങും ഡ്രൈ ഡ്രൗണിങ്ങും ഉണ്ട്. വെറ്റ് ഡ്രൗണിങ് എന്ന് പറയുമ്പോൾ വാട്ടർ ഈസ് ഇൻഹെയിൽഡ് ഇൻസൈഡ് ദി ലങ്സ്. ലങ്സിനകത്തേക്ക് വാട്ടർ ഇൻഹെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് വെറ്റ് ഡ്രൗണിങ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ബ്രീത്തിങ്ങും സർക്കുലേഷനൊക്കെ സ്റ്റോപ്പ് ആവും. ഇനി ഡ്രൈ ഡ്രൗണിങ് എന്ന് പറയുമ്പം വാട്ടർ ലങ്സിനകത്തേക്ക് പോയിട്ടില്ല, കാരണം അപ്പർ എയർവേസ് ഒക്കെ, അതായത് ഫാരിങ്സും ലാരിങ്സും ഒക്കെ പെട്ടെന്ന് സ്പാസം വന്നു, ടൈറ്റായി. സോ അങ്ങോട്ട് വെള്ളം കയറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ എയറും അകത്തേക്ക് പോവുകയും ചെയ്യുന്നില്ല. അതിനാണ് ഡ്രൈ ഡ്രൗണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡ്രൗണിങ്ങിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ.